ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് പ്രധാനമായ നിർദ്ദേശം. അത് കഴിഞ്ഞ ഓർഡറിലും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോ അതിൽ ഒരു ചെറിയ ഭേദഗതി കൂടിയുണ്ട്. ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കണം. പക്ഷേ 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. മാത്രമല്ല, സ്വർണം മിച്ചം വന്നിട്ടുണ്ട് എന്നൊരു കാര്യം നേരത്തെ തന്നെ ഉത്തരവിൽ വ്യക്തമായതാണ്. കാര്യം 2 ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹം സ്പോൺസർ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഈ ദേവസ്വം ബോർഡിനെ സമീപിക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട്. ഒരു തവണ 2019 അറ്റകുറ്റപ്പണി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിലിൽ പറയുന്നുണ്ട്, ഇത് പണികൾ കഴിഞ്ഞതിന് ശേഷം അല്പം സ്വർണം ബാക്കിയുണ്ട്, ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് അത് ഉപയോഗിക്കണം, അതിനുള്ള ഒരു അനുമതി തേടിക്കൊണ്ടുള്ളതായിരുന്നു ആ മെയിൽ. അതിന് സബ്സിക്വന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് ദേവസ്വം സെക്രട്ടറി തന്നെ തിരിച്ചൊരു അഭിപ്രായം സ്വരൂപിക്കുന്നതിന് വേണ്ടി ബോർഡ് അംഗങ്ങൾക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഈ 2 മെയിലും സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പണി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്വർണം ബാക്കി വന്നിട്ടുണ്ട്. ആ സ്വർണം എവിടെ പോയി, എങ്ങനെയാണ് സ്വർണം ബാക്കി വന്നിട്ടുള്ളത്? മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തിയത്. അവിടെ അക്കാലത്ത് 2019 ഇത് നടത്തുമ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി ഈ സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ പണി നടക്കുക? മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ പണി നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടണമെന്ന് അവർ പറഞ്ഞതായി ഹൈക്കോടതിയുടെ കഴിഞ്ഞ ഉത്തരവിലുണ്ട്. അതൊക്കെ അന്വേഷണ പരിധിയിൽ വരും. സ്വാഭാവികമായും ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാലാണ് സമഗ്രമായ വശങ്ങളിലേക്ക്, അല്ലെങ്കിൽ വളരെ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ കമ്മ്യൂണിക്കേഷൻസ് അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ് വരാനുണ്ട്. സ്വാഭാവികമായും അത്തരം അന്വേഷണങ്ങളിലേക്ക് പോകണമെങ്കിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം വേണം. നിലവിൽ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതി മറികടന്ന് വളരെ വിപുലമായി ആരൊക്കെയാണോ കൾപ്രിറ്റ്, കുറ്റവാളികൾ ആരൊക്കെയാണോ അവരൊക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു സംസ്ഥാന പോലീസ് മേധാവിയെ കക്ഷിയാക്കുന്നു, ADGPയെ സൂപ്പർവിഷൻ ഏൽപ്പിക്കുന്നു, ഒരു IPS തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കുന്നു. ഒപ്പം തന്നെ 2 CAമാരും ഒരു ASIയും ഉൾപ്പെടെയുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ, എല്ലാ കുറ്റകൃത്യങ്ങളും സമഗ്രമായി തന്നെ പുറത്തു വരണമെന്ന് കൂടിയാണ് ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത്. ശരി, മുജ്തബ തുടരും. മുജ്തബയിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടി ഇതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സൈഫ് സൈൻ ലാബ്ദീൻ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, നമുക്കറിയാം 2016 മുതൽ LDF സർക്കാരിന്റെ കീഴിലാണ് ഈ ദേവസ്വം വകുപ്പ് വരുന്നത്. ദേവസ്വം വകുപ്പ് നിയന്ത്രിക്കുന്നത് അവരാണ്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലിരിക്കുന്നതും അല്ലെങ്കിൽ ഉന്നത തലത്തിലിരിക്കുന്നതും CPM അനുഭാവികളൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കാത്തിരുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. ഇതെങ്ങനെ വെറുതെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒന്നാണോ? രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അമൃത. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ശബരിമല എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വരുന്നു. അതിനുശേഷം സ്ത്രീകൾ അവിടെ പ്രവേശിക്കുന്നു. അത് ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPMന് നല്ല ബോധ്യമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വീടാന്തരം കയറിയാണ് CPM ഒരു തെറ്റിദ്ധരുത്തൽ പ്രക്രിയയിലേക്ക് പോയത്. വളരെ കരുതലോടുകൂടിയാണ് പിന്നീട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുള്ളത്. അത് ഏത് വിഷയമെടുത്താലും അങ്ങനെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിനകത്ത് ചർച്ച ചെയ്തത് എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. 2 കേരളത്തിലെ പ്രബലമായ സംഘടനകൾ NSSഉം SNDPയും അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. അങ്ങനെ ഒരു ചെറിയ എഡ്ജ് ആ വിഷയത്തിൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ വിവാദം ഉയർന്നു വരുന്നത്. ആ വിവാദത്തെ മറികടക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ എങ്ങനെയും ചെയ്ത് അതിനെ മറികടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ മുജിത്തപ്പ സൂചിപ്പിച്ച പോലെ തന്നെ 6 മാസത്തെ സമയപരിധി, 6 ആഴ്ചയിലെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 6 ആഴ്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 1.5 മാസം. 1.5 മാസത്തെ സമയപരിധി എന്ന് പറയുന്നത് അത് കുറച്ച് കൂടുതലാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച്. കാരണം ഈ മാസം അവസാനത്തോടു കൂടിയോ അടുത്ത മാസം ഏതാണ്ട് ആദ്യ ആഴ്ചയിലോ അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ച പകുതിയോടുകൂടിയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതുകൊണ്ട് അതിന് മുന്നോടിയായി ഈ അന്വേഷണം പൂർത്തിയാക്കി ഇതിനകത്ത് ആരാണോ കൾപ്രിറ്റ് അവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിചാരിക്കുന്ന കാര്യം. അത് മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ 2019
ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ദേവസ്വം മന്ത്രി പറയുമ്പോഴും ചില വീഴ്ചകൾ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം സംസ്ഥാന സർക്കാരിനും CPM-നും ഉണ്ട്. അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അന്ന് ആരായിരുന്നോ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നയാൾ അവർക്കെതിരെ നടപടി ഉണ്ടാകും. പക്ഷെ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച അത് എന്തായാലും അവർക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ആ റിപ്പോർട്ട് കൊടുത്തത് പോലും തന്നെ ഈ അന്വേഷണം ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ക്രിമിനൽ നടപടി പ്രകാരം അവർക്ക് അന്വേഷണത്തിന് ഒരു പരിധിയുണ്ട്. ആ പരിധി മറികടക്കുക എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് കൊടുത്തിട്ട് മറ്റൊരു ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായി വിലയിരുത്തപ്പെടാവുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP-യെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മൊഴിയെടുപ്പുണ്ടാകും, അറസ്റ്റുകളുണ്ടാകും, കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും. ഇതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം അതാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള അവതാരങ്ങളുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. അത് ദേവസ്വം ബോർഡിന് തന്നെയാണ് ആ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനെന്തായാലും മറികടക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അങ്ങനെ വെറുതെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് അമൃത.